പ്രസിദ്ധമായ പാറപ്പള്ളി മഖാം ഉറൂസ് ആത്മീയ നിർഭരമായി പുരോഗമിക്കുന്നു. സമസ്ത പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ലോകത്ത് നമുക്ക് മറിയാകുന്ന എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെയെല്ലാം വകഞ്ഞുമാറ്റി പൂർണ്ണമായും വിശുദ്ധമായ ഈമാനിനെ വളർത്തിയെടുക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമിൽ ഈ വർഷത്തെ ഉറൂസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈമാൻ എന്ന പ്രത്യേക ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നും അങ്ങനെ ജീവിച്ചവരാണ് നമുക്ക് മുമ്പേ കടന്നുപോയ മഹാന്മാരെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഓർമ്മപ്പെടുത്തി. അത് അള്ളാഹുവിൻ്റെ വാക്കിനെ ഇക്കായത്ത് ചെയ്യണം. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും വഴിപ്പെട്ട് അള്ളാഹു നിരോധിച്ചതാവുന്ന എല്ലാ സംഗതികളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞെന്ന് നീ ജീവിച്ചോ. അങ്ങനെ നീ വഴിപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്നെ തൊട്ട് ഈ ലോകത്ത് നിനക്ക് മറയാവുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ, ആ തടസ്സങ്ങൾ മുഴുവൻ നമ്മൾ ഉയർത്തിക്കളയണം. ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് ഹാജി കെ അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൗമി അൽ ബുഖാരി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. പാറപ്പള്ളി മുദ്രിസ് മുനീർ ഫൈസി ഇർഫാനി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ കെ അബൂബക്കർ ഹാജി കാലിച്ചാൻപാറ, കൺവീനർ കെ എം അബ്ദുറഹ്മാൻ, എ എം ബഷീർ പർക്കളായി, പി അബ്ദുൽ ഹാജി മയൂരി, ഇസ്മായിൽ സഹദി, നിസാർ ഭാഗവി തുടങ്ങിയവർ സംബന്ധിച്ചു. എം കെ അസൈനാർ കൊണ്ടടക്കം സ്വാഗതവും നാസർ മയൂരി നന്ദിയും പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് ഉസ്താദ് മുനീർ ഫൈസി ഇർഫാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഖാം പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി കാലിച്ചാമ്പാറ നഗരിയിൽ പതാക ഉയർത്തിയാണ് 6 നാളുകളിലായി നടക്കുന്ന ഉറൂസിന് തുടക്കം കുറിച്ചത്. ഇതിനുശേഷം ദഫ് സംഘത്തിന്റെ അകമ്പടിയോടുകൂടി ജമാഅത്ത് പള്ളിയുടെയും ഔലിയാക്കളുടെ പാദസ്പർശമേറ്റ സ്ഥലത്തും പതാക ഉയർത്തി. തുടർന്ന് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നംകൈയുടെ നേതൃത്വത്തിൽ ഗത്തം ദുആ മജ്ലിസും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിയ.